ബൻ പൊറാട്ട കൊണ്ടുവന്നിട്ട് ബൻ പൊറാട്ട കഴിച്ചിട്ടേ ഇല്ല ആള്. അപ്പോൾ ബൻ പൊറാട്ട എന്താണെന്ന് ഒന്നുമില്ല. ഇതാണ് ബൺ പൊറാട്ട. ചിക്കൻ ഗ്രേവി ഇതെന്തോ കറി കുഴമ്പ് മാതിരി കിട്ടിയതാ. ആദ്യമായിട്ട് കാണാണ് ഫോണിൽ കണ്ടിട്ട്. ചിക്കൻ ബീഫ് 2 കറിയുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താ? അത് 3 ബൺ പൊറാട്ട മേടിച്ചിട്ടുണ്ട്. ഓ അങ്ങനെ. ഇതിന്റെ കറി ടേസ്റ്റ് ചെയ്യാൻ പോണത് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ മതി. എന്നിട്ട് ഒന്നും അത് കൈയോടെ രണ്ടും തന്നെ. ഒന്ന് തന്നെയാണ് രണ്ടും ഒരു കറിയാണ്. രണ്ടും ഒരേ കറിയാണ്. അപ്പോൾ നമ്മൾ ഇതാ പൊറോട്ട ചിക്കൻ ഗ്രേവിയാണ് സംഭവം. ഞാൻ ബൺ പൊറോട്ട ബീഫിന്റെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇട്ടിട്ട് ചിക്കൻ പീസ് ഉള്ള പോലെ അവന് കുറച്ച് കൊഴിച്ചു നോക്കും. ഓക്കെ, എങ്ങനെയുണ്ട്? ആസ്വദിച്ചിട്ട് പറയാട്ടാ സംഭവം. ചിക്കൻ ഗ്രേവിയാ? ശരി. ശരി, ഇനി അടുത്ത് നോക്കട്ടെ. ഞാൻ അങ്ങനെ മേടിച്ചു തരാം കേട്ടോ. അടുത്ത് ബീഫ് അടിക്കിയത്, അടുത്ത് മട്ടൻ അടിക്കിയത്, അങ്ങനെ കൊണ്ടുവരാം ഇനി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ബൺ പൊറാട്ട കഴിക്കും. സൂപ്പർ. ഇതെത്ര ബൺ പൊറാട്ട? എത്രയാണ് ഒന്നിന്? 90 രൂപ. സാധാ പൊറാട്ടനെക്കാട്ടി റേറ്റ് കൂടുതലായി. ഈ ബൺ പൊറോട്ട ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. പക്ഷേ നമ്മളെ വീഡിയോയിൽ കണ്ട മാതിരിയും നേരിട്ട് കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. 2-3 വഴി കഴിച്ചപ്പോഴൊന്നും കുഴപ്പം തോന്നിയില്ല. പിന്നെ എനിക്ക് അതിൻ്റെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. നമ്മുടെ സാധാ പൊറോട്ടേൻ്റെ അടുത്ത് കൂടിയും വരില്ല കേട്ടോ. നമ്മുടെ സാധാ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചാൽ നല്ല ടേസ്റ്റൊന്നും ഈ ബൺ പൊറോട്ടയ്ക്ക് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇക്ക് കൊണ്ടുവന്നപ്പോൾ ഇക്കാൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കണ്ട വിചാരിച്ച് ഞാൻ 2-3 വഴിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇക്കനോടൊന്ന് അത്ര പോരാന്നൊക്കെ ഇക്ക എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇക്ക എന്നോട് പറയുന്നുണ്ട് അതത്ര നന്നായിട്ടൊന്നും ഉണ്ടാവില്ല ബൺ പൊറോട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക ഞാൻ അറിയാതെ കൊണ്ടു തന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ